ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് തുടക്കം തന്നെ കടക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശി റിദാൻ രാജുവാണ് മരിച്ചത്. തുറന്നു കിടന്ന ഓടയിലേക്കാണ് കുട്ടി വീണത്. ആഭ്യന്തര ടെർമിനലിന് സമീപത്താണ് സംഭവം. നവമി ദിനേശ് നൽകും വിവരങ്ങൾ. നവമി, നമുക്ക് ആ കുഞ്ഞിന്റെ മുഖം അത് കണ്ടിരിക്കാൻ സാധിക്കുന്നതല്ല. 3 വയസ്സുകാരനാണ്. അത്രമാത്രം ദാരുണമായ സംഭവമായി പോയല്ലോ ഇത്. ബബേന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. രാജസ്ഥാനിൽ നിന്നും വന്ന കുടുംബമാണ്, അവരൊരു സംഘം കുടുംബം ഒപ്പമാണ് രാജസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് എത്തിയത്. ഇവരിവിടേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ കാണുന്ന അന്ന സാറ കഫേയിലേക്ക് അവിടെ ആഹാരം കഴിക്കാനായി വന്നിരുന്നു. അതിനുശേഷം ഇവർ ഈ മാതാപിതാക്കളോടൊപ്പം കുട്ടി ഫുഡ് കഴിച്ചതിന് ശേഷം പുറത്തേക്ക് നമുക്ക് ഈ കാണാം, ഈ ഒരു പുൽത്തകിടിയും ചെടികളുമൊക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇവിടേക്ക് ആ കുട്ടിയും അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയും ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കുട്ടിയുടെ അമ്മയും ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഇവർ വീണ്ടും ഉള്ളിലേക്ക് പോയി. പക്ഷേ കുട്ടി അവർക്കൊപ്പം ഉള്ളിലേക്ക് കയറിയില്ല എന്നുള്ളത് അവർ ശ്രദ്ധിച്ചില്ല. ഇവർ ആ ഉള്ളിലേക്ക് നിൽക്കുന്ന സമയത്താണ് കുട്ടിയെ കാണുന്നില്ല എന്നുള്ള വിവരം തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ ഈ സമീപത്തൊക്കെ ഇവർ ഒന്ന് പരിശോധന നടത്തിയെങ്കിലും കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ അടുത്തുള്ള ഈ വിമാനത്താവളത്തിന് അകത്തുള്ള പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് പിന്നീട് ഈ സിയാലിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ കുട്ടി ഈ ഭാഗത്ത് നിന്ന് കളിച്ചതും അതിനുശേഷം ഈ കുഴിയിലേക്ക് വീഴുന്നതും കാണുന്നത്. ഈ 4.5 അടി താഴ്ചയുള്ളൊരു കുഴിയാണ് ഇത്. വെള്ളവും മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു കുഴിയാണ് ഇത്. മൂടിയിട്ടുണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇത് മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഈ കുട്ടി ഇതിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം. 3 വയസ്സേ ഉള്ളൂ, കുഞ്ഞ് മകനാണ്. അവൻ ഇതിലേക്ക് വീഴുകയും അവൻ ആ സമയത്ത് തന്നെ പുറത്തേക്ക് എടുത്തു. CCTV ദൃശ്യങ്ങൾ കണ്ടാണ് കുട്ടി ഇതിലേക്ക് വീണതായി മനസ്സിലായത്. ഉടൻ തന്നെ പോലീസും ഒപ്പം ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി കുട്ടീനെ പുറത്തേക്കെടുത്തു. CPR കൊടുത്തുവെങ്കിലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വായിലും വയറ്റിലുമൊക്കെ നിറച്ച് ചെളിവെള്ളമായിരുന്നു. അതിനുശേഷം അടുത്തുള്ള ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മരണം സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അതിദാരുണമായ സംഭവം. രാജസ്ഥാനിൽ നിന്നും കൊച്ചിയിലേക്ക് ഇറങ്ങിയതായിരുന്നു ഈ കുടുംബം. അതിനിടയിലാണ് ആഹാരം കഴിക്കാൻ ഈ ഹോട്ടലിലേക്ക് എത്തുകയും ഈ കുട്ടി ഇതിലേക്ക് വീഴുകയും ഒക്കെ ചെയ്തത്. അതിനിടയിൽ ഇപ്പോൾ ഒരു സിയാലിൻ്റേതായിട്ടുള്ള ഒരു വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം പറയുന്നത്, ഈ സ്ഥലം ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ സിയാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇത് ഇത്രയും പുൽത്തകിടികളും ഈ ഹോട്ടലിനോട് ചേർന്നുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇത് സിയാലിൻ്റെ വിശദീകരണം പ്രകാരം ഈ സംഭവം നടന്നത് നടവഴിയിലല്ല. ഒരു വശം കെട്ടിടവും മറ്റു 3 ഭാഗങ്ങളും ബോഗെയിൻ വില്ല ചെടി കൊണ്ടുള്ള വേലിയുമാണ്. ഒരു സംഘത്തിൻ്റെ ഭാഗമായാണ് ഈ കുട്ടിയും ഇവരുമൊക്കെ ഇവിടെ എത്തിയത്. ഈ കഫേയുടെ പിൻഭാഗത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് ഈ കുട്ടിക്ക് ഇവിടേക്ക് വരികയും ഈ കുഴിയിലേക്ക് വീഴതും എന്നുമാണ് സിയാലിൻ്റെ വിശദീകരണം. പക്ഷേ അത് കുട്ടിയുടെ ജീവൻ എന്തായാലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഏതൊക്കെ തരത്തിൽ ഇതിനെ ന്യായീകരിക്കുവാനും വിശദീകരിക്കാനും ശ്രമിച്ചാലും ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. വലിയൊരു വീഴ്ച തന്നെയാണ് ഈ ഹോട്ടൽ ഉടമയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഈ ഹോട്ടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ഈ 4 അടിയോളം താഴ്ചയുള്ള ഈ ഒരു കുഴി, മാലിന്യക്കുഴി എന്തുകൊണ്ടാണ് മൂടാഞ്ഞത് എന്നുള്ളൊരു ചോദ്യം, അതും അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിൽ ഇത്രയും വലിയ സൗകര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ ഈ കുഴി മൂടാൻ അവർക്ക് സാധിക്കാത്തതെന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഈ കുഴി കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഈ കുഴി നിർമ്മിച്ചിട്ടെന്നാണ് ഒരു വിശദീകരണം കൂടി അവർ തരുന്നത്. എന്തായാലും ഈ അപകടത്തിന് ശേഷം ഈ കുഴി മൂടിയിട്ടുണ്ട്. അതിദാരുണമായ സംഭവം തന്നെയാണ്. രാജസ്ഥാനിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ഒരു കുടുംബം, രാജസ്ഥാൻ കുടുംബമാണ്. ഒരുപാട് പേരുണ്ട്. ഈ മരിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഒരു സംഘം ആളുകളായിട്ടാണ് അവരിവിടെ വരികയും ഹോട്ടൽ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി കയറുകയും അതിനുശേഷം കുട്ടികൾ ഇവിടെ 2-3 കുട്ടികൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവരിവിടെ നിന്ന് കളിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ കുടുംബം ഉള്ളിലേക്ക് കയറിയത്. പക്ഷേ ഈ കുട്ടി, ഈ മരിച്ച റിദ്വാൻ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. പിന്നീട് കുട്ടിയെ കാണാതായതോടെയാണ് ഇവർ ഒരു പരിശോധന ഇവിടെ നടത്തുകയും അതിനുശേഷം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. പോലീസുമൊക്കെ ഇവിടെ എത്തി പരിശോധിച്ചിട്ടും ഒന്നും കുട്ടീനെ കണ്ടില്ല. പിന്നീടാണ് സിയാലിൻ്റെ CCTV പരിശോധിച്ചപ്പോഴാണ് കുട്ടി കുഴിയിലേക്ക് വീണതായി കണ്ടെത്തിയത്. ഒരു 10 മിനിറ്റോളം കുട്ടി വെള്ളത്തിൽ ഈ കുഴിയിലേക്ക് വീണ് കിടന്നു. അതാണ് ആരും ശ്രദ്ധിക്കാതെ പോയത്.
അതോടൊപ്പം തന്നെ കുട്ടിയുടെ വയറ്റിലും വായിൽ നിന്നുമൊക്കെ നിറച്ചും ഈ മാലിന്യ വെള്ളമുണ്ടായിരുന്നു എന്നുകൂടി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യമാണ്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇനി രാജസ്ഥാനിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. മാതാപിതാക്കളെല്ലാം ആശുപത്രിയിലാണ്. അവരൊക്കെ വളരെ വിഷമത്തിലാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സ്വന്തം കുഞ്ഞിൻ്റെ വിയോഗം താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. നമുക്ക് ഊഹിക്കാം എത്രമാത്രമായിരിക്കും ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എന്ന്. എന്തായാലും വലിയ ദാരുണമായ സംഭവം. ഒരുപാട് സമയമെടുത്തോ ഈ കുഞ്ഞ് ഈ കുഴിയിലാണ് വീണത് എന്ന് കണ്ടെത്താൻ? ഇപ്പോൾ നവമി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, CCTV ദൃശ്യത്തിലൂടെയാണ് കുഞ്ഞ് വീണതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായതെന്ന്. അപ്പോൾ ആ കുഞ്ഞിലേക്ക് എത്താൻ അവർ ഒരുപാട് സമയമെടുത്തു. അതാണോ ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്? അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു കുഞ്ഞിന്? എന്താണ് അറിയാൻ സാധിച്ചത്? ഭവ്യ 10 മിനിറ്റോളം ഈ കുഞ്ഞ് ഈ മാലിന്യ കുഴിയിലേക്ക് വീണ് കിടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കുട്ടിയെ കാണാനില്ല എന്നറിഞ്ഞതിന് ശേഷം ഈ മാതാപിതാക്കൾ ഒരു പരിശോധന, അല്ലെങ്കിൽ അവർക്കൊപ്പം വന്ന സംഘം ഇവിടെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് കണ്ടെത്താൻ കഴിയാത്തതോടെയാണ് അടുത്തുള്ള പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ എത്തി പരിശോധിച്ചു. ആ സമയത്താണ് CCTV പരിശോധിക്കുന്നതിന് വേണ്ടി സിയാലുമായി ബന്ധപ്പെടുകയും അവർ CCTV പരിശോധിച്ചപ്പോഴാണ് ഈ കുട്ടി കുഴിയിലേക്ക് വീണു എന്നതായി CCTV ദൃശ്യങ്ങളിൽ പതിയുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഈ കുഴിയിലേക്ക് പരിശോധന നടത്തുകയും കുട്ടിയെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തത്. 10 മിനിറ്റോളം കുഞ്ഞ് ഈ മാലിന്യ കുഴിയിലേക്ക് വീണു. അതാണ് മരണകാരണം എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കുട്ടീനെ പുറത്തെടുത്ത് CPR കൊടുക്കുന്ന സമയത്തൊക്കെ കുട്ടിയുടെ വയറ്റിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ഇത്രയും മലിനജലം പുറത്തേക്ക് വന്നതായും ആളുകൾ ഇവിടെ കണ്ടുകൊണ്ട് നിന്നവർ പറയുന്നുണ്ട്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള സംഭവം. 3 വയസ്സ് മാത്രമേ ഉള്ളൂ. 3 വയസ്സുള്ള കുഞ്ഞ് മകൻ ഈ മാലിന്യ കുഴിയിൽ വീണാണ് മരിച്ചിരിക്കുന്നത്. ഇവിടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന സ്ഥലത്താണ് അപകടമെന്ന് പറയുന്നു. അങ്ങനെ അങ്ങ് പറഞ്ഞ് കൈ കഴുകാനാവുമോ സിയാലിന്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. കാരണം അവിടേക്ക് ആ കുഞ്ഞ് അവിടേക്ക് കയറുന്നു. അത്തരത്തിൽ ആളുകൾക്ക് പ്രവേശിക്കാതിരിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ക്രമീകരണങ്ങൾ ആ സ്ഥലത്ത് സിയാൽ ഇതിനു മുൻപ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്താണ് അറിയാൻ നവമിക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നത്? ഭവ്യ, ഇതാണ് ഈ അന്നസാറ കോഫി ഷോപ്പ്. ഇതിന്റെ പുറകുവശമാണ് ഈ നിൽക്കുന്ന ഈ കുട്ടി വീണ ഭാഗം. ഈ കോഫി ഷോപ്പിന്റെ ഈ പുൽത്തകിടി നമുക്ക് ഈ കാണാം. ഈ കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കളിക്കുന്ന ഒരു പുൽത്തകിടിയുള്ള നിറച്ച ചെടികളും മറ്റും ഒക്കെയുള്ള ഒരു ഭാഗം തന്നെയാണ് ഇവിടെ. പക്ഷെ ഒരു പ്രവേശനമില്ല എന്നോ അല്ലെങ്കിൽ പൊതുവഴിയല്ല എന്നുള്ള ഒരു ബോർഡ് പോലും ഇവിടെ ഇല്ല. പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകി കൈയൊഴിയാൻ സിയാലിന് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കാണാം, ഈ ടെർമിനലാണ്, ഈ ഡൊമസ്റ്റിക് ടെർമിനലാണ്. ഇവിടെ നിന്ന് യാത്രക്കാർ വന്നതിന് ശേഷം നേരെ പോകുന്നത് ഈ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ഈ കോഫി ഷോപ്പിലേക്ക് കടക്കുന്നു. ആ കോഫി ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഈ പുൽത്തകിടി. വളരെ മനോഹരമായിട്ടാണ് ഇവർ ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. ഈ ചെടികളും പൂക്കളും ഒപ്പം ഈ പുൽത്തകിടിയായിട്ടൊക്കെ ഇവിടെ സ്വാഭാവികമായ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുകയും ഈ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ്. അവിടെയാണ്